മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ നാലാമത് സ്പൈഡർമാൻ മൂവി സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ മൂവി അധികം കണ്ടിട്ടില്ലാത്ത, സ്പൈഡർമാൻ മൂവീസ് ഇതിന് മുന്നേയുള്ള സ്പൈഡർമാൻ മൂവീസ് കണ്ടിട്ടില്ലാത്ത ഒരാളെന്നുള്ള രീതിയിൽ, ഒരു മാർവൽ സിനിമാറ്റിക് ഫാൻ അല്ല എന്നുള്ള രീതിയിൽ എന്താണ് എൻ്റെ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്നെപ്പോലെ ഒരുപാട് സാധാരണക്കാരുണ്ടാകും. ഒരു ആകാംക്ഷയുടെ പുറത്തും ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തും തിയേറ്ററിൽ പോയി ഇത്തരത്തിലുള്ള സിനിമകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹൈപ്പിൻ്റെ പുറത്ത് ഇത്തരത്തിലുള്ള സിനിമകൾ തിയേറ്ററിൽ പോയി കാണുന്നവർക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് സ്പൈഡർമാൻ സീരീസിലെ നാലാമത്തെയാണ്, അതായത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ നാലാമത്തെ സ്പൈഡർമാൻ മൂവിയാണ് ഈ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറയുന്നത്. 2021 സ്പൈഡർമാൻ്റെ നോ വേ ഹോം എന്ന് പറയുന്ന ലാസ്റ്റ് മൂവി ഇറങ്ങിയത്. അതിനുശേഷം ഈ ഒരു സിനിമ വരുന്നവരെ ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു. ഒരുവിധം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളൊരു സൂപ്പർ ഹീറോ ആണ് ഈ ഒരു സ്പൈഡർമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്പൈഡർമാൻ മൂവിക്ക് ഭയങ്കര ഒരു പ്രതീക്ഷ മാർവൽ ഫാൻസിനിടയിൽ ഉണ്ടായിരുന്നു. അപ്പം അത്തരത്തിലുള്ളൊരു ഫാൻസിൻ്റെ കൂടെ ഇരുന്ന് ഫസ്റ്റ് ഡേ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ പോയി കണ്ട ഒരു സിനിമയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറയുന്നത്. മാക്സിമം നിങ്ങൾക്ക് കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം 3Dയിൽ തന്നെ ഈ ഒരു സിനിമ കാണാൻ ശ്രമിക്കുക. നോർമൽ തിയേറ്ററിൽ പോയി കാണുന്നതിന് പകരം 3Dയിൽ കാണാൻ നോക്കുക. കാരണം ഒരുപാട് വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 3Dയിൽ ഭയങ്കര എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ കഥയിലേക്ക് വരുവാണെങ്കിൽ വളരെ നോർമലായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. സാധാരണ വരുന്നൊരു ക്ലീഷേ സ്റ്റോറി. അതായത് ഒരു നാടിനെ രക്ഷിക്കാൻ ഒരു സൂപ്പർ ഹീറോ, അദ്ദേഹം നേരിടേണ്ടി വരുന്ന പുതിയൊരു വില്ലൻ, അതായത് പുതിയൊരു ശക്തി. ആ ഒരു നോർമൽ ക്ലീഷേ സ്റ്റോറി ലൈൻ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. എന്നാൽ ആ ക്ലീഷേ ബ്രേക്ക് ചെയ്തക്ക രീതിയിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ വില്ലൻ്റെ നറേറ്റീവാണ്. ആ ഒരു നെഗറ്റീവ് ക്യാരക്ടറിനുള്ളൊരു നറേറ്റീവ് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു സാധാരണ വില്ലനോടൊരു ദേഷ്യമോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ വില്ലൻ നശിക്കണം എന്ന് അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ വന്നിട്ട് നായകൻ വന്ന വില്ലനെ നശിപ്പിച്ച് കളയുക എന്നുള്ളൊരു ഫീലിന് പകരം ഇതിൽ ആ ഒരു വില്ലൻ്റെ പവറിന്, ആ വില്ലൻ്റെ ബാക്ക് സ്റ്റോറി നമ്മൾ കേൾക്കുമ്പോൾ അതിനോട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് അവർ ഈ കഥയിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതും. ഈ ഒരു സിനിമ കംപ്ലീറ്റ്ലി ഒരു ഇമോഷണൽ റൈഡ് എന്ന് വേണമെങ്കിൽ കൂടുതൽ പറയാം. കാരണം കൂടുതലും ആക്ഷൻ സീക്വൻസിന് ഫോക്കസ് ചെയ്യുന്നതിന് പകരം കൂടുതലൊരു ഇമോഷണൽ ആംഗിളിലൂടെയാണ് ഈ ഒരു സിനിമ പോകുന്നത്. പ്രത്യേകിച്ചും നായകൻ്റെ കഴിഞ്ഞ പാർട്ടിന് ശേഷം ഈ ഒരു പാർട്ട് വരുമ്പോഴത്തേക്ക് ആർക്കും ഇദ്ദേഹത്തെ അറിയില്ല. ഇദ്ദേഹത്തിൻ്റെ കാമുകി പോലും ഇദ്ദേഹത്തെ മറന്നു പോകുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചകളും അവരെ കാണുമ്പോഴും ഫ്രണ്ട്സിനെ കാണുമ്പോഴും ഒക്കെ ഉള്ള ഒരു ഇമോഷണൽ കണക്റ്റ്, ആ ഒരു ഇമോഷണൽ ജേർണിയിലൂടെയാണ് കൂടുതൽ ഭാഗം സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നുള്ളത് ഈ ഒരു നെഗറ്റീവ് ക്യാരക്ടർ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു സ്പെഷ്യൽ പവർ, ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള യുണീക്ക് പവറിനെ വെച്ചിട്ട് കുറച്ച് നല്ല രീതിയിൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ലോ ആയിട്ട് പടം പോവും. കുറച്ച് സ്ലോ ആയിട്ട് പോയി കഴിയുമ്പോൾ കുറച്ച് ഹൈ മൊമെൻറ്റ് തരാനായിട്ട് കുറച്ച് ആക്ഷൻ സീക്വൻസുകളും കാര്യങ്ങളും വരും. എന്നാൽ സാധാരണ എനിക്കൊന്നും ഒരുപാട് പ്രേക്ഷകർ പ്രതീക്ഷിച്ച പോലെ ഒരുപാട് ഹൈ ലെവലിലുള്ള ആക്ഷൻ സീക്വൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ ഉള്ള ആക്ഷൻ സീക്വൻസുകൾ വളരെ മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. 3Dയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലം വിഷ്വൽ എഫക്റ്റായിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യും. അത്രമാത്രം കിടിലമായിട്ടാണ് ആ ഒരു ഫൈറ്റ്സ് നമുക്ക് 3Dയിൽ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കൊന്ന് 2-3 ഫൈറ്റ് സീക്വൻസിൽ, അത് പ്രത്യേകിച്ച് ലാസ്റ്റ് ഫൈറ്റ് സീക്വൻസിൽ അത് കിടിലമായിട്ടാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. 3Dയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എഫക്റ്റ്, വേറൊരു എഫക്റ്റാണ് നിങ്ങൾക്ക് ആ ഒരു 3Dയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെന്താ പറയുക, ഇതിൽ ബാക്കി മെയിൻ ക്യാരക്ടറായിട്ട് വന്ന ടോം ഹോളണ്ട്, അദ്ദേഹം വളരെ നല്ല രീതിയിൽ ആ ഒരു ഇമോഷണൽ ആംഗിൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് കേട്ടോ, 2 ആഴ്ച കൊണ്ട് റിലീസാവുന്നതിന് മുന്നേ ഒഡീസിയിലും അദ്ദേഹം നല്ലൊരു ക്യാരക്ടർ ഒഡീസിയിലും ചെയ്തിട്ടുണ്ട്. ഇതിലെ 2-3 ക്യാരക്ടേഴ്സ് ഒഡീസിയിലും പ്രധാന ക്യാരക്ടറുകളായിട്ട് വരുന്നുണ്ട്. അതൊക്കെ മറ്റൊരു വീഡിയോയിലായിട്ട് പറയാം. പിന്നെന്താ പറയുക, ഓവറോൾ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്ഷൻ സീക്വൻസുകളും ആക്ഷനും മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഡിസപ്പോയിൻറ്റഡ്. അല്ലാതെ നിങ്ങൾക്കൊരു നോർമൽ മൂവിയായിട്ട്, നിങ്ങളൊരു ഫ്രഷ് മൂവിയായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്ത് നിങ്ങൾ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ഇറ്റ്. ഒരു ഇമോഷണൽ ആംഗിളും അതിൻ്റെ കൂടെ ഒരു ആക്ഷൻ സീക്വൻസുകളും കൂടെ ചേർത്ത് വെച്ചിട്ട് കാണുന്നവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഈ ഒരു സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറയുന്നത്.
മ്യൂസിക് വൈസും കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല. അപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണിത്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചിട്ട് ഒരുപാട് അങ്ങ് ഹൈ മൊമെൻറ്റ് തന്ന ഫീലോ അല്ലെങ്കിൽ ഭയങ്കര കിടിലോ ഒന്നും തോന്നിയില്ല. കുറച്ചും കൂടെ കുറച്ച് ഭാഗത്ത് കുറച്ച് ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഓക്കെ എത്ര സമയമായി എന്ന് ഞാൻ ഇങ്ങനെ വാച്ചിൽ നോക്കേണ്ട ഒരവസ്ഥ ചില സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷേ അത് ആ ഒരു ടൈം നിങ്ങൾക്ക് ആ ഒരു ഫീലോട് കൂടി നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ മാർവൽ ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു തവണ കാണാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറയുന്നത്. പിന്നെന്താണ് ക്ലൈമാക്സ് ലാസ്റ്റ് കുറച്ച് പോർഷൻസ് എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. കാരണം അത് അത്യാവശ്യം നല്ലൊരു ഇമോഷണൽ കണക്റ്റ് തരുന്ന ഫ്രണ്ട്ഷിപ്പിനും അതുപോലെ ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് വരുന്ന ടൈപ്പ് ഒരു എൻഡിങ് ആണ് ഈ ഒരു സിനിമയിൽ വന്നിരിക്കുന്നത്. പിന്നെ എല്ലാ മാർവൽ ഫാൻസിനെയും പോലെ എല്ലാ മാർവൽ സിനിമാസിനും പോലെ ഇതിനൊരു ടൈലൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ടൈലൻറ്റിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അതിന് ഞാൻ ഉത്തരം പറയില്ല. വേണമെന്നുള്ളവർക്ക് കാത്തിരിക്കാം. അല്ലാതെ പ്രത്യേകിച്ച് കാര്യമായിട്ട് എൻ്റെ ടൈലൻറ്റിൽ കാര്യമായിട്ടൊന്നുമില്ല. ഒരു 10 മിനിറ്റ് നിങ്ങൾ എഴുതി കഴിയുന്ന എല്ലാം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്കത് കാണാൻ കഴിയുക. അല്ലാതെ പ്രത്യേകിച്ച് ഒരുപാടൊന്നും പറയാനല്ല. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നവർ തിയേറ്ററിൽ പോയി കാണുക. പ്രത്യേകിച്ചും 3Dയിൽ തന്നെ കാണാൻ പറ്റുന്നവർ 3Dയിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അതാകുമ്പം നിങ്ങൾക്ക് കൂടുതൽ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ഈ ഒരു ഫിലിം നിങ്ങൾക്ക് 3Dയിൽ കാണുന്നവർക്ക് ആ ഒരു ഫീലും കൂടെ നിങ്ങൾക്ക് അഡീഷണൽ കിട്ടും. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും പോട്ടെ പോകുന്നതിന് മുന്നേ അപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സ് കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ ഇടുക. അല്ലെങ്കിൽ ഇതിന് മറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഇതിന് കമൻറ്റായിട്ടൊന്ന് ഇട്ടേക്കുക. കാരണം ഇതുപോലെ കമൻറ്റുകളൊക്കെ നോക്കിയിട്ട് സിനിമ കാണുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് അത് കൂടുതൽ ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.